ഞങ്ങൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ AW അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് എവിടെയാ പോകുന്നത്? പുറത്തേക്ക് പോവാണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഇവിടെ എല്ലായിടത്തും അതെ. ഞങ്ങളപ്പോൾ സിറ്റിയിൽ പോവാണ് കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളായിരിക്കും ഇന്ന് നിങ്ങളെല്ലാവരും കാണിക്കാൻ പോകുന്നത്. വേറെ എന്തെങ്കിലും പറയണം? മഞ്ഞ അത് ആ മരത്തിൽ നിന്ന് വീണതാ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഇപ്പം നല്ല രസമുണ്ട് വീഡിയോ ഒക്കെ കാണാനായിട്ട്. ഇരുട്ടൊക്കെ മാറി, നല്ല വെളിച്ചം. രാവിലെ ഇരുണ്ട് മൂടി കിടക്കായിരുന്നു. ഇപ്പം നല്ല വെളിച്ചമൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ മൊത്തത്തിൽ. അതെ, കളർ മാറുന്ന കണ്ണാടിയാണ് ഇവർക്കുള്ളത്. പിന്നെന്താ നമ്മുടെ പരിപാടി? അറിയില്ല, ചേട്ടായില്ലേ എന്നെ കൊണ്ടുപോകുന്നത്. ഇന്ന് ഞങ്ങള് സിറ്റി പോകുന്നു, എവിടെന്നെങ്കിലും ഫുഡ് അടിക്കുന്നു, ജസ്റ്റ് ഒന്ന് കറങ്ങുന്നു, പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു. അത്രേ ഉള്ളൂ. ഫുഡ് വേണ്ട, ബിയർ മതി. പിന്നെ നല്ല മീൻകറി കൂട്ടി ചോറുണ്ട്. പിന്നെ ഇനി വേണ്ടത് തുണിക്കടയിലേക്ക് കഴിച്ചു വിടാൻ നോക്കുക. ഈ മഞ്ഞ് വീണ്ട് സൂര്യൻ പെട്ടെന്ന് വന്നപ്പോൾ നല്ല കണ്ണിനൊക്കെ നല്ല കുളിർമ. ഇതൊക്കെ കാണുമ്പോൾ സ്കൈ ഒക്കെ നോക്കി ഗൈസ്, നല്ല ബ്ലൂ കളർ, അടിപൊളി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തി. ഇനി ബസ് കയറിയിട്ട് ഞങ്ങൾ സിറ്റി എത്തുമ്പോൾ തൊട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങൾ സിറ്റിയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന സ്ഥലത്തൊക്കെ ചേട്ടായി വരണം. അതെ, കാണാൻ പറയുന്നതെല്ലാം. അതെ, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ സിനിമയിലെ ടൂത്ത്ലെസ്സിനെ വേണമെന്നാണ് പറയുന്നത്, കുഞ്ഞു മനസ്സായതുകൊണ്ട്. നോക്കാം. ഇപ്പം ഇതാണ് ഞങ്ങളുടെ ലപ്പാൻ എന്ന് പറയും. ഇപ്പം ഞങ്ങൾ സ്റ്റട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചമൊക്കെ വീണൊക്കെ കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ആ ബിൽഡിംഗ് നോക്കി, സൂര്യനൊക്കെ വീണുകൊണ്ട് പോകേണ്ടത്. നമുക്ക് മുള്ളറി പോയാലോ? ഇന്ന് നീ ഇന്ന് അങ്ങോട്ട് പോകണം. അന്ന് കയറിയതല്ലേ? ഇന്ന് ശനിയാഴ്ച കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് സിറ്റിയിൽ. ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഗൈസ്, ഇതാണ് മെയിൻ സെന്റർ. ഇവിടെ എല്ലാ പരിപാടിയും നടക്കാറ്. എന്താ വേണ്ടേന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് ഇവർക്ക് സ്പെഷ്യലി നിനക്ക് വേണ്ടത് വിഷയം. നിന്റെ വിഷ് എന്താന്ന് നീ പറയണം. എന്റെ വിഷ് എന്താ ചേട്ടയ്ക്ക് വേണം? എന്റെ ആഗ്രഹങ്ങൾ എന്താ ചേട്ടി പറഞ്ഞു? എന്താ? ടൂത്ത്ലെസ്, പിന്നെ കുറെ ഡ്രസ്സ്, ഇതൊക്കെയാണ് ഇവളുടെ ആഗ്രഹം. ടൂത്ത്ലെസ്സിനെ തന്നെ മതി എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മ്യുള്ളർ എന്ന് പറഞ്ഞൊരു അന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ, മറ്റേ ടോയ്സിൻ്റെ ഒക്കെ അവിടെ. ഇതാണ് മ്യുള്ളർ, ഇവിടെ കയറാമെന്ന് പറയുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ H&Mൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ടുണ്ട്. എന്താണ് മറ്റേ കരിമ്പും കാട്ടിൽ ഇറക്കി വിട്ട ആനയെ പോലെ പോവാൻ റെഡിയായി നിൽക്കുന്നു. ഞങ്ങളപ്പം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേടിക്കാനൊരു ഓപ്ഷൻ കൊടുത്തപ്പോൾ ഇവക്കാറ് ഇപ്പോൾ ഒന്നും മേടിക്കേണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം ഇവിടെ കയറി കഴിഞ്ഞാൽ. ഇപ്പം എന്താ എടുക്കണ്ടേന്ന് ആൾക്കാരെ അറിയില്ല. നീ ആദ്യം തീരുമാനിക്കും നിനക്ക് എന്താ വേണ്ടതെന്ന്. ചുമ്മാ എല്ലാത്തിലും പോയി കൈ വെച്ചോണ്ട് ഏത് വേണം? എന്താണ്? ആ, ഞങ്ങൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റായി ഞങ്ങൾ വന്നിട്ട്, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എന്താ പറയാനുള്ളത്? എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഗൈസ്, അപ്പോൾ
ആള് തോറ്റു മടങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ നിന്നൊന്നും വേണ്ടെന്നാ പറയണ. എന്തേ നിനക്കൊന്നും വേണ്ട അവിടെ നിന്ന്? ഞാനൊന്നും മേടിക്കാണ്ട് വെള്ളവറോടൊക്കെ പോകുമ്പോണ്ടല്ലോ, അവിടെ എന്ത് നല്ല രസമുള്ള ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എനിക്കൊന്നും വേണ്ട, പിന്നെ മേടിക്കാൻ പിന്നെ. ഇപ്പൊ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് ഹായ് എന്ന് പറയുന്ന ഒരു ഉടുപ്പ്. അതെ, നമുക്ക് പോയ ആ സ്ഥലത്ത് അടുത്ത ലക്ഷ്യം എവിടെയാണ്? അടുത്ത ലക്ഷ്യം നമുക്കാണ് ഡഗ്ലസ് കയറിയല്ലോ. അതെ, ഒരു 40,000-60,000 മോതിരത്തിലോട്ടാണ് ഇപ്പൊ കണ്ടുപോയേക്കണ. ഡയമണ്ട് റിംഗാന്നാണ് ഇവിടെ ഷോയ്ക്ക് വെച്ചേക്കണ്ട ഗൈസ്. ഒരു 60,000 രൂപ, 600 യൂറോ, അതിന്റെ ഒരു ഡയമണ്ട് റിംഗ് മതി എന്നാ പറയണ. ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്നെ കൈവിടാണ്ട്, അതായത് കൈവിടാണ്ട അങ്ങനെയില്ല. ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ എന്റെ കയ്യില് വിടത്തില്ല. അതായത് എന്നെ ഒരു കടയിൽ കേട്ടത്തില്ല, അങ്ങോട്ടേക്ക് എന്റെ തല തിരിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നത്. കിട്ടുന്ന ചാൻസ് മുതൽ അതുകൊണ്ട് ഒന്നും നോക്കിയിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല ആൾക്ക്. അതാണ് എന്റെ ഭാഗ്യം. അതാണ് ഞങ്ങള് നടന്ന് സിറ്റിയുടെ ഉള്ളിലെത്തിയിട്ട് ഇവിടെ ഒരു കിടിലൻ പള്ളിയുണ്ട്, ലാംബർട്ടി കൃഷി എന്ന് പറയും. അതിന്റെ വ്യൂ ആണ് കാണാൻ അടിപൊളിയാണ് ഈ പള്ളി. അടുത്തൊരു ലക്ഷറി. അപ്പൊ ഞങ്ങൾ 2 പെർഫ്യൂം മേടിക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ പെർഫ്യൂം ഒക്കെ തീർന്നു. ഞങ്ങളുടെ പെർഫ്യൂം അല്ല, ഇത് എന്റെ വക ചേട്ടായിക്കുള്ള ഗിഫ്റ്റ്. എനിക്കൊന്ന് പെർഫ്യൂം മേടിച്ചിരുന്ന പറഞ്ഞേക്കണം ഇവിടെ നിന്ന്. ഇഷ്ടമുള്ള ചേട്ടായിക്ക്. ഇവിടെ CK ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഗൂച്ചി മതി. ഗസ് വില കൂടിയ ഒരു പെർഫ്യൂം കിട്ടിയപ്പോൾ വിടൂലല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. ടെസ്റ്റ് ഡോസ് അടിച്ചു, മണത്ത് നോക്കുന്നു. ഞാൻ മണത്തോക്കട്ടെ. ഓ അടിപൊളി. ഓ കിട്ടില്ല സാധനം. ഒന്ന് പോയല്ലോ. അത് 10,000 രൂപ നീ വെച്ചോടെ. നമ്മള് റിച്ച് ആയിട്ടില്ല അത്രയും. ഇവിടെ ഒരുപാട് പെർഫ്യൂം ഉണ്ട്, പക്ഷെ ഇവിടെ നിന്നൊന്നും മേടിച്ചില്ല. എല്ലാം ബ്രാൻഡ്, എല്ലാം ഒരു 60 യൂറോന് മേളിൽ. അതുകൊണ്ട് മ്യുള്ളർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്ന് മേടിക്കാന്ന് വിചാരിച്ചു. ആ, എന്നെ ഏതോ ഒരു സ്ഥലത്തേക്ക് വലിച്ചിട്ടുണ്ട്. മില്യോണോ? അതല്ല, ഇപ്പൊ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകണത്? ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോകണത്? ഇവിടെ എന്താ ഉള്ളത്? ഡയമണ്ടാ? റിങ്ങാ? മേടിച്ചു. മാല നോക്കുന്നുണ്ട്, ലോക്കറ്റ് നോക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ സിൽവറിന്റെ ഗോൾഡിന്റെയും ലോക്കറ്റ് മേടിക്കാനുള്ള പ്ലാനും മൂഞ്ചി. ഒന്നും ഇഷ്ടപ്പെടാനുള്ള. എന്ത് പറ്റി നിനക്ക്? അറിയില്ല, എന്തോ ചെയ്താൻ കരുതുന്നു. എന്തോ 50% ഡിസ്കൗണ്ട് ഇട്ടിട്ട് വന്നേക്കണ്ട. ഇവിടെ 1,000-1,500 യൂറോന്റെ സാധനങ്ങളാണ് 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണെന്ന് അറിയില്ല. അതെ, 999 699. എനിക്ക് ഒരു 10-60,000 രൂപ കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മേടിക്കുന്ന ഒരു മടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ പേടിയുണ്ട്, കാരണം വെച്ചാൽ ആ പൈസയിൽ നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ 2 ലാഭിൻ്റെ ഇവിടെ ഒരു മീഡിയ മാർട്ട് ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ലുലു കണക്ട് പോലത്തെ അടിപൊളി സംഭവമാണ്. ഒരു ദിവസം അതിൽ കയറാൻ കൈസ്. അപ്പം ഞങ്ങൾ TK Maxxiലോട്ട് പോവാണ്. ഇനി അവിടെ എന്താ ഉള്ളത് നോക്കാൻ പോയിട്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഡ്രസ്സ്, ടോയ്സ്, പിന്നെ എന്തൊക്കെയുള്ളത്? നീയല്ലേ ഇവിടെ വരാറുള്ളത്? ഡ്രസ്സുണ്ട്, അത് ബ്രാൻഡ് സാധനത്തിൻ്റെ ഒക്കെ ഇല്ലേ, ഇത്തിരി പൈസ കുറവിലൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇതാണ് TK Maxxiൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല തിരക്കുണ്ട് തോന്നുന്നു ഇവിടെ. പട്ടീനെ വേണോ? പട്ടീനെ മതിയാ? പട്ടി നമുക്കുണ്ടല്ലോ, പപ്പൂസുണ്ട്. ആ, ഞാൻ വരച്ച്. ആ, ഇവിടെ ഇഷ്ടം പോലെ ടോയ്സ് ആണ്. ഈ ടോയ്സ് മേടിക്കാനാണെന്നാണ് ഇവിടെ തന്നെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നത്. ഫുൾ ടോയ്സ് ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി. അവിടെ ഒന്നും കിട്ടിയില്ല. ആൾക്ക് അന്വേഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇഷ്ടപ്പെടാനുണ്ടാന്ന് നോക്കാം. ഒന്നും ഇഷ്ടപ്പെടാനുള്ള. ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊരു തുണിക്കടയുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ തുണിക്കടകളാണ്. അപ്പോൾ അവിടെ വന്നേക്കണ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കോട്ടാണ് ഇവർക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് വേണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്കറിയാമല്ല. വേണമെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എടുക്ക്. അത് ഇട്ട് നോക്ക്.
അപ്പം എനിക്ക് ടൂത്ത്ലെസ്സിൽ മേടിച്ചില്ല. ഓരോ ഓപ്ഷനുള്ളു. ആ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും. 10,000 കടയുണ്ട് ഇവിടെ. അപ്പോൾ ഓരോന്നിലും കയറി വരുമ്പോഴേക്കും ഒരു ദിവസം പോവും. അപ്പം ഞാനൊരു പൂവ് മേടിച്ചിട്ടുണ്ടാവും കൊടുക്കാനുണ്ട്. കൊടുക്കാൻ എന്നാ AW ഇതവിടൊക്കെ ഞങ്ങൾ പൂ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൂവ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൗഷൻ ചെയ്തു. ഞങ്ങൾ കടയിൽ കയറി ബില്ലടിക്കണം. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു സാധനം മേടിക്കാണ്ട് വീട്ടിലേക്ക് അതും കൂടി മേടിക്കണം. കുപ്പി കമ്പത്തി കളിക്കും. ഞങ്ങൾ അതിന്റെ പുറത്തിറങ്ങി തലവേദന എടുത്തത് എനിക്ക്. അതിൻ്റെ ഉള്ളിൽ ഒന്നും കണ്ടുപിടിക്കണമില്ല. അവസാനം ഒരു ഒരു റോസ് മേടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഇത് ഈ ബാക്കിൽ കാണുന്നത് ഓൾഡൻബർഗർ ഷ്ലോസ് ആണ്. ഇവിടുത്തെ ഒരു കൊട്ടാരമാണ് പഴയ. ഇപ്പോൾ ഇത് മ്യൂസിയമായിട്ടാണ് ഇത് എടുത്തേക്കണം. അത് എന്തോ കയറാൻ എന്തോ ടിക്കറ്റിന് എന്തോ പൈസ ഉണ്ട്. നമുക്ക് കയറായിരുന്നു ഒരു ദിവസം. അത് ഓൺലൈനിൽ എടുക്കണം ടിക്കറ്റ്. ഇതാണ് ഓൾഡൻബർഗർ ഷ്ലോസ്. അടിപൊളിയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത് ഇനി മുള്ളറി പോലെ മുള്ളറിലും കൂടി പോയിട്ട് മറ്റേ സംഭവം കൂടി മേടിച്ചിട്ട് പോവാണ്. മറ്റേ ടൂത്ത്ലെസ്. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ? എന്റെ ഒരു ഭാഗ്യമില്ലാത്ത ഡേ ആയിട്ട് എന്തുവേണേലും മേടിച്ചോന്ന് ചേട്ടയെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അതാണ് വിഷമം. ബിയർ കടയിൽ പോണോ? ഫുഡ് അടിക്കാൻ പോണോ? ബിയറും ഫുഡും നോക്കാം. ഇതാണ് നേരത്തെ കണ്ട പള്ളിയുടെ ഇപ്പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണിട്ടത്. ലാംബർട്ടി കൃഷി. ഭയങ്കര പഴയ കൃഷിയാണ്. എന്നാണ് വന്നതെന്നൊന്നും അറിയില്ല എനിക്ക്. കറക്റ്റ് വായിച്ചു നോക്കണം പോയിട്ട്. അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ മെയിൻ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഇവിടെ വരാറ്. ഈ റൂട്ടിലാണ്. ഇവിടെയാണ് ഇടാറ് ഇവർ. ഈ പള്ളിയുടെ തൊട്ട് താഴെ എന്നുള്ള വ്യൂ ആണ്ടി കാണുന്നത്. അടിപൊളിയാണ്. നല്ല എന്തോ ഒരു പഴയ ഏതോ സ്ട്രക്ചറിൽ പണിതേക്കണ പള്ളിയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എവിടെ പോയി? അപ്പോൾ ഇതാണ് ആ പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വ്യൂ. ഞങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? കിട്ടില്ല വ്യൂ ആണ്. കണ്ടോ? ഓ ബാക്ക്ഗ്രൗണ്ട് നോക്കി. ഇപ്പോൾ ടയേർഡായി തുടങ്ങിയിട്ട. ഒന്നും ഇതുപോലെ സെലക്ട് ചെയ്തിട്ടില്ല. അവസാനം ന്യൂയോർക്കറിലെത്തി. ന്യൂയോർക്കർ. നീ ഇവിടെ കുറച്ച് നേരം നോക്കാം നമുക്ക്. അപ്പോൾ ഒരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതെ അതെ ഇവക്കില്ലാത്ത ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിൻ്റെ റെഡ് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. റെഡ് കളർ ഇവർക്ക് ഇഷ്ടമല്ല. റെഡ് ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഇത് ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിയാറായി. ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണാമല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇന്നൊരു വാലന്റൈൻസ് ഡേ ഔട്ടിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ ഞങ്ങളുടെ വണ്ടിയാണ് ഇപ്പോൾ പോയത്. ഇവിടൊക്കെ വീഡിയോക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കണൊക്കെ ഞെക്കി വെക്കുക. പിന്നെ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലേ? എന്താണ്? അതെ അതെ സപ്പോർട്ട് ചെയ്യണം. ഹലോ ഗൈസ്, ഞാൻ ചേട്ടായിക്ക് ബിയർ വാങ്ങിക്കൊടുത്തു. ചേട്ടായിക്ക് മാത്രമല്ല ഞങ്ങളും കുടിക്കും. എല്ലാവരും കൂടിയിട്ട് കുടിക്കും.